അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ട്രെൻഡിങ് ആയ ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായി ഞാനിവിടെ 2 മുട്ട, പഞ്ചസാര പൊടിച്ചത്, മൈദ, ബട്ടർ, ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ, ഓയിൽ, വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം നല്ല രീതിയിൽ ബീറ്റായി വരുമ്പോൾ അതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കൂടി ബീറ്റായി നന്നായി സെറ്റായിട്ട് വന്നതിന് ശേഷം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിനുശേഷം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ബേസായിട്ട് ബട്ടർ കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ ബട്ടർ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊക്കെ കൂടി ബീറ്റായി സെറ്റായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായി അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടിയിട്ട് ഒരു സ്പാച്ചിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബീറ്റർ എടുത്ത് ഒരു 2 കറക്കം ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ബട്ടർ കേക്കിന് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഓയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ ലെവൽ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. വൺ 180 ഡിഗ്രിയിൽ 10 to 35 മിനിറ്റ്സ് ഒക്കെയാണ് ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. 35-40 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ല രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാൻ. നമ്മളെ ബട്ടർ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വേണ്ട ആദ്യം മിൽക്ക് സെറ്റ് ചെയ്യുക. അതിന് ഞാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം, ഇതൊക്കെ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഫൈനലായിട്ട് കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മളെ കേക്കിൽ ഇതേപോലെ ഫോർക്ക് വെച്ച് എന്നുള്ള രീതിയിൽ കുത്തി കൊടുക്കുക. നമ്മളെ മിൽക്ക് ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ കുതിരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുത്തുന്നത്. ഇതിലേക്ക് നമ്മൾ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിന് വേണ്ട വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ക്രസ്റ്റ് ക്രംബിൻ്റെ വിപ്പിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് വാനില എസൻസ്. ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുത്ത പാലും യൂസ് ചെയ്യാവുന്നതാണ്. അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഇവിടെ ക്രീം ബീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച കേക്കിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ആലിയ ഭട്ടിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കേക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ആ കേക്ക് കഴിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ബൈ ബൈ.